നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. MLA സ്റ്റീഫന്റെ പൊള്ളയായ ആരോപണങ്ങളെ പൊളിച്ചടുക്കിയ ജഗനെ സ്റ്റീഫന്റെ ഗുണ്ടകൾ മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. സ്റ്റീഫന്റെ സ്ഥാപനങ്ങൾക്കും പരിസരത്തുമെല്ലാം സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അമ്മേ പതുക്കെ. സ്വന്തം മകനെ കുരുതി കൊടുത്തിട്ട് വേണം സമരം ജയിക്കാൻ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നിന്റെ അഭിപ്രായം വേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുന്നതല്ല, ഒരു പെറ്റതള്ളയുടെ വാക്കുകളാ. എന്റെ കുഞ്ഞിന് ഈ രാഷ്ട്രീയ ഉദ്യോഗം വേണ്ട. അച്ഛാ, ഒരു സമരം അട്ടിമറിക്കാനുള്ള ജഗന്റെ കഴിവ് നമ്മള് അംഗീകരിച്ചേ പറ്റൂ. അച്ഛൻ പുലിയാണെങ്കിൽ മകൻ സിംഹാണെന്നൊക്കെ ആരോ ഇടയ്ക്ക് വിളിച്ചു പറയുന്ന കേട്ടു. ഈ സമരത്തോടെ സ്റ്റീഫൻ വാക്കു പാലിക്കാത്തവനും അത് ചോദ്യം ചെയ്യാൻ വരുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന ഗുണ്ടയുമാണെന്ന് ആൾക്കാർക്കൊക്കെ ബോധ്യപ്പെട്ടു. ഇനി ചാനലും പത്രങ്ങളൊക്കെ വെച്ചലകിക്കോളും. മോനെ, അമ്മയ്ക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും നമുക്ക് വേണ്ടടാ. അവളതൊക്കെ പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട. ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ പിടിച്ചു നിൽക്കും, രാക്ഷസ ബുദ്ധിയുള്ളവൻ പിടിച്ച് കേറിപ്പോകും. രണ്ടാമത് പറഞ്ഞ രാക്ഷസ ബുദ്ധിയാണ് നിനക്ക്. നിന്റെ ജാതകത്തിലും രാജാവിന്റെ യോഗമാ. യഥാർത്ഥത്തിൽ എന്നായാലും ആ തൊഴിലാളികൾക്ക് പട്ടയം പതിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഈ ഒരു സമരം തന്നെ എന്റെ മകന്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്നതാ. എന്തായാലും സ്റ്റീഫൻ ഇതിൽ തകർന്നടിഞ്ഞിട്ടുണ്ടാവും. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ വക ഒരു സമ്മാനം, ഈ ഒടിവും ചതവും. മോന് അതിന്റെ പിന്നിൽ സ്റ്റീഫനാണെന്ന് കരുതിയല്ലയോ? അവിടെയാണ് അച്ഛന് തെറ്റിയത്. എന്നെ തല്ലുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഫ്രണ്ട് നന്ദയെ കണ്ടപ്പോ ഇതിന്റെ പിന്നിൽ അച്ഛൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല മോന്, അച്ഛനോട് അതുകൊണ്ടെന്തെങ്കിലും? അച്ഛാ, ഇതെല്ലാം രാഷ്ട്രീയമാണെന്ന് എനിക്കറിയാം. എനിക്ക് അച്ഛനോട് ഒരു പരാതിയില്ല. ഗുരുവായൂരപ്പ ഒന്ന് വായിക്കേ എന്റെ മുത്തേ. കുഴപ്പമൊന്നുമില്ലല്ലോടാ. ഇതൊന്നും ഞാൻ ഊഹിച്ചത് പോലുമില്ല. ഇതൊന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഈ ജന്മത്തെ നിനക്ക് സാധിക്കത്തില്ല. ഇത് രാഷ്ട്രീയമാണ്. കുറുക്കന്റെ ബുദ്ധി വേണം അതിന്. നീ കളം വിടരുത്. ജഗന്റെ അനുയായി കൂടെ കൂടിക്കോ. മരണം വരെ ജോലിക്കും വേലയ്ക്കും ഒന്നും പോകാതെ സുഖമായിട്ട് ജീവിക്കാം. മോനെ, വന്ദന ചേച്ചിക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തതേ ബ്രോക്കറായ നിങ്ങളുടെ കഴിവുകേടാ. അത് തുറന്ന് സമ്മതിക്കാനുള്ള മാന്യത ആദ്യം കാണിക്കേണ്ടത്. അല്ലാതെ മനോജേ,
ഇതിനു മുമ്പ് എത്രയോ പയ്യന്മാര് വന്നു കണ്ടു. ആർക്കെങ്കിലും ഇവിടുത്തെ കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ചാ ഞാൻ ഇവിടേക്ക് കല്യാണാലോചന കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്റെ തലയിൽ പഴിയായിരുന്നു. മാധവൻ നായരെ, ദയവ് ചെയ്ത് ഈ ഒരു കല്യാണാലോചനയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഈ ജന്മത്ത് നിങ്ങളുടെ മകൾക്ക് കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. മതി. ഞങ്ങളുടെ പെങ്ങൾക്ക് പയ്യനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ബ്രോക്കറുടെ ആവശ്യമൊന്നുമില്ല. എടോ, എത്ര കാലമായിട്ട് എന്റെ അനിയത്തിയുടെ വിവാഹാലോചനയുടെ പേരിൽ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് താൻ പണം പറ്റുന്നത്? അതെ, തനിക്ക് ഈ പണി അറിയാൻ മേലെ താൻ അത് പറഞ്ഞാ മതി. മനോജിനൊപ്പം മതില് ചാടിക്കയറി വന്ന പെണ്ണെന്ന് തന്റെ ഭാര്യയെ കുറിച്ച് ഈ നാട് മുഴുവൻ ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ജാതക പൊരുത്തം ഉണ്ടെങ്കിൽ പോലും ഈ വീട്ടിലെ പെങ്കൊച്ചിനെ കെട്ടാൻ ഒരു പയ്യന്മാരും വരില്ല. എടോ, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. നിർത്തുന്നുണ്ടോ എല്ലാരും? എല്ലാരും കൂടി ഇവിടെ കിടന്നിങ്ങനെ വഴക്കടിച്ചാലേ നെഞ്ചു പൊട്ടി പോകുന്നത് ഒരു പാവം പെണ്ണിനാ. ഞാൻ ഓഫീസിലേക്ക് പോവാം. എല്ലാം ശരിയാവും മോളെ. ചിലതൊക്കെ ദൈവം തലയിൽ എഴുതുന്നതാ. അത് മാറ്റാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ എല്ലാവരും കൂടി എനിക്കൊരു സഹായം ചെയ്തെന്നാ മതി. എനിക്ക് വേണ്ടി ഇനി കല്യാണം ആലോചിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.